ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഗോതമ്പ് പായസം ഉണ്ടാകും. അപ്പോൾ അതിന് നുറുക്ക് ഗോതമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്ക് ഗോതമ്പ് ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി വാരി എടുത്തിട്ട് നമുക്കൊരു കുക്കറിലിട്ടിട്ട് വേവിക്കാം കേട്ടോ. അതിന് ആ സമയം തന്നെ നമുക്ക് ശർക്കര എടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് ഉരുക്കുകയും ചെയ്യാം. അപ്പോൾ ശർക്കര പാനീയമാവുമല്ലോ. അപ്പോൾ ഈ ഗോതമ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് അടുപ്പിലേക്ക് വെച്ച് കത്തിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ഒരു സ്വല്പം ഉപ്പ് ചേർക്കാം. അതിനോടൊപ്പം തന്നെ അപ്പുറത്തെ അടുപ്പിൽ തന്നെ നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരുമിച്ച് വെച്ചേക്കണത്. ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ അധികം ആവരുത്, ഒരല്പം ചേർത്താൽ മതി. പിന്നെ ഈ നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചേക്കാനാണെങ്കിൽ ഒരു 2-3 വിസിൽ കേട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വേകും. പക്ഷേ ഞാനിത് വെള്ളത്തിലിട്ട് വെക്കാഞ്ഞതുകൊണ്ട് ഒരു 6 വിസിൽ കേൾക്കണ വരെ ഞാനിത് വേവിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഇടുന്ന സാധനങ്ങൾ നമ്മൾ ഏലക്കായ എടുത്തിട്ടുണ്ട്, കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട്, കശുവണ്ടി എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. തേങ്ങാക്കൊത്ത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ വെറുതെ ഒന്ന് എടുത്തെന്നുള്ളൂ. തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി ടേസ്റ്റായിരിക്കും. ഇപ്പോൾ നമ്മുടെ ശർക്കര അങ്ങനെ ഉരുകി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കണം. കുറച്ചൊന്ന് ചൂടാറിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ അരിപ്പയൊക്കെ ഉരുകി പോകില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേക്കും ഇത് നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെന്ത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരിച്ച് വെച്ച നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിച്ച് വെച്ച ശർക്കരപ്പാനി നമ്മൾ പതിയെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. മേത്തേക്ക് തിരച്ച് വിടരുത്, ശ്രദ്ധിക്കുക. അങ്ങനെ അതങ്ങോട്ട് ഒന്ന് ഇളക്കി കൂട്ടിയെടുത്തിട്ട് നമ്മൾ തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 1-ാം പാൽ ഒഴിച്ചു. പിന്നെ 2-ാം പാൽ നമുക്ക് ഒഴിക്കണമെങ്കിൽ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് 2-ാം പാൽ ഒഴിക്കാം. ഇതിപ്പോൾ 1-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിപ്പോൾ 2-ാം പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2-ാം പാൽ ഒഴിച്ച് ഒന്നും കൂടി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂട്ടി കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇതിലേക്ക് ഗോതമ്പിലേക്ക് ഈ ശർക്കരയും പാലും ഇതൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് നെയ്യ് ഒഴിച്ച് ബാക്കി നമ്മൾ നേരത്തെ കാണിച്ച ഏലക്കയും കിസ്മിസും കശുവണ്ടിയും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഉരുകി വരാൻ ഏതായാലും കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചുകൂടെ വെച്ചിട്ടുണ്ട്. ആ ഏലക്ക പൊടിച്ചത് നമുക്ക് നുറുക്ക് ഗോതമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഇതൊക്കെ നല്ലോണം ഒന്ന് പിടിക്കട്ടെ. ആ ഏലക്കായൊക്കെ ഇതിലേക്ക് പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. നെയ്യ് ഉരുകി വന്നതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തങ്ങ് ഇടാം. തേങ്ങാക്കൊത്തിട്ട് ഉടനെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഇടരുത് കേട്ടോ. തേങ്ങാക്കൊത്തൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. അതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാൻ പാടുള്ളൂ. കാരണം അതായത് നമ്മുടെ കിസ്മിസും കശുവണ്ടിയൊക്കെ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മൂത്ത് കരിഞ്ഞു പോകും. അപ്പോൾ തേങ്ങയ്ക്ക് ഇത്തിരി വേവുള്ളതുകൊണ്ടാണ് ആദ്യം തേങ്ങ കുത്തിടുന്നത്. പിന്നെ അടുത്തത് തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും കശുവണ്ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതിയെ ഇളക്കി കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് മാത്രമേ കിസ്മിസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കിസ്മിസ് പെട്ടെന്ന് വെന്ത് വീർത്ത് വരുന്ന സാധനമാണ്. അപ്പോൾ അത് ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അതെന്തായാലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മളിത് കിസ്മിസ് ഇടണുണ്ട്. കിസ്മിസ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ വീർത്ത് വരും, പെട്ടെന്ന് അങ്ങനെ വീർത്ത് വരും. അപ്പോൾ തേങ്ങാക്കൊത്ത് നമ്മൾ ആദ്യം തന്നെ ഇട്ടതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി ഇതൊക്കെ അങ്ങോട്ട് നന്നായിട്ട് വേവിച്ച് നമ്മൾ ഇളക്കി കൂട്ടി എടുത്തിട്ട് പതിയെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ. ഇത് മേത്തൊന്നും വീഴരുതേ. നേരെ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പതിയെ അങ്ങോട്ട് ഒഴിക്കാം. പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. നോക്കി ചെയ്യണം. പായസത്തിലേക്ക് ഇങ്ങനെ പതിയെ ഒഴിച്ച് കൊടുക്കാം. പതിയെ ഒഴിച്ച് അതവിടെ കിടന്നോട് വെന്ത് വരട്ടെ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൂട്ടിയിട്ട് ഇനിയാണ് അടുത്ത കാണേണ്ട കാഴ്ച കേട്ടോ. നോക്കിയേ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.